ഹലോ, അപ്പം നമ്മൾ ഇസമോളെ ഡെൻമേ ലൈഫാണ് കേട്ടോ. 4 മാസമായപ്പോൾ എടുത്ത ഡെൻമേ ലൈഫാണ്, നല്ല ചൂടൊക്കെ ഉള്ള ടൈമിൽ. അപ്പോൾ ഇപ്പോൾ ഇസമോള് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അതാ ഇസമോള് ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചന് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉള്ള വിശേഷങ്ങൾ കാണാം. പൊണ്ണ് നോച്ച നോച്ചടി നോച്ചടി നോറ്റാൻ പറ്റുമോ? നോച്ചാന് പറ്റുമോ? നോച്ചാന് പറ്റുമടി? അപ്പോൾ അതവളെ ഞാൻ നല്ല പൊതപ്പിൻ്റെ ഉള്ളിലൊക്കെ ആക്കി വെച്ചിന്. കൊതുക് അടിക്കും വിചാരിച്ചിട്ടാണ് പൊതപ്പിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയത് കേട്ടോ. അതാണ് ഇസമോളെ സൗണ്ടാട്ടോ പുറത്തുനിന്ന് കേൾക്കണ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓളവിടെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്ക് 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസത്തിലേക്ക് കടന്നു കേട്ടോ. 7 മാസം തികഞ്ഞ് 8 മാസം എന്ന് പറയാൻ പറ്റില്ല. ഇസമോള് ഒരു 3 മാസം ആവണതിന് മുമ്പ് തന്നെ കൗലാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എണീറ്റ് വേഗം കൗലും. പിന്നെ വായിലേക്ക് ഇങ്ങനെ കൈ ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ കൈയിനൊക്കെ ഒരു ഉറയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഉറക്കം എണീറ്റൊക്കെ നീച്ചുമ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് ഉണ്ടാവല്. അപ്പോൾ ഇതാ ഇവിടെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ 2 ഇക്കാക്കന്മാരും അപ്പുറം ഇപ്പുറം വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓൾക്ക് ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, ഇപ്പം ഉണ്ടായ സന്തോഷത്തിൽ ഓൾക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ. പിന്നെ വലുതാകും തോറും ഓല ടച്ച് ഇങ്ങനെ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. നമുക്ക് ഇടങ്ങാറുള്ള സമയത്തൊന്നും ഒരു നോക്കൂല, നമുക്കൊരു പണിയെടുക്കണം വിചാരിച്ചാലൊന്നും നോക്കൂല കേട്ടോ. അങ്ങനെ എന്നാൽ ഇസമോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സൊന്നും ഇടാതെ ഞാൻ ഉറങ്ങിയത് പെരും ചൂടുള്ള സമയമല്ല, ആ സമയത്തെടുത്ത് വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചില്ലേ, അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ അപ്പം തന്നെ പറയണതാണ്. അങ്ങനെ അതാ ഓല് ഇവിടെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനുണ്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇസമോൾ ഇങ്ങനെ കിടക്കും. ആ സമയത്തൊക്കെ ഇസമോളെ എപ്പോഴും നിലത്ത് കിടക്കലേനി, നമ്മൾ എടുക്കൽ തന്നെ അല്ലേ കേട്ടോ. ഇപ്പം അതിനും വേണ്ടി ഓള് ഞാനില്ലാതെ എവിടെയും നിൽക്കില്ല, ഒന്നിനും അയക്കണമില്ല, അതിനെ മാത്രമേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ ഇതപ്പം അതിലെങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓള് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. ഇപ്പം മുട്ടുത്തി എല്ലായിടത്തും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയാണ്, ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നൊക്കെ നോക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഓടെ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അപ്പോൾ ഇതാ അവളിങ്ങനെ കവുന്നൂറ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഓള് വാരിക്കോരി എല്ലാം കൂട്ടി കുന്നു കൂട്ടി വെക്കും അവിടെ. അവളെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഓളിങ്ങനെ വലിച്ച് വാരി കൂട്ടും. അപ്പോൾ ഓൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഓൾ മുട്ടുത്താനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ 7 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 7 മാസം ആയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ. 7 മാസം കഴിഞ്ഞിട്ട്. ഓളെ സൗണ്ട് കൊണ്ട് ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഓളിങ്ങനെ സൗണ്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ എന്താ അനൂസ് ഇസമോളെയൊക്കെ ഷീറ്റൊക്കെ ശരിയാക്കി അതിൽ കടത്താൻ പോവാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് അവന് വലിയ ഇഷ്ടമൊന്നുമില്ല. അവൻ പറയും എനിക്ക് ഒറ്റയ്ക്ക് തന്നാളെ ഒരു ചാനൽ, ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞോളാം എന്നൊക്കെ പറയട്ടെ. പിന്നെ ഞാൻ പഠിപ്പിൻ്റെ ഇടയിൽ ഇനി പവൻ കൂടി വേണ്ട വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മെനക്കെടലില്ല. അപ്പോൾ അതായത് ഇസമോളെ ബെഡ് ശരിയാക്കി എടുത്താലും പിന്നെ ഓളാ ബെഡ് അതുപോലെ തന്നെ ആക്കിയെടുക്കും കേട്ടോ. അനൂസ് പിന്നെ അവളുടെ അടുത്തൊന്നും പോകൂല. നമ്മളാ ചൂടുകാലത്തൊന്നും ഇപ്പം സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂളൊക്കെ തുറക്കണതിന് മുമ്പാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. കുറേ ആയി. അപ്പോൾ ഇതാ രണ്ടാളും അപ്പുറം നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോൾ രണ്ടാൾക്കും എടുക്കാൻ വേണം, അങ്ങനത്തെ ഒരു വാശിയുള്ള സമയമാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മളെ ഇസമോളെ വീണ്ടും നല്ലേക്ക് വെച്ചിട്ടുണ്ട്. ഓള് വീണ്ടും പുതപ്പും ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഇടന്മേലെ പിന്നെ ഇവിടെ തന്നെ കാണിക്കണമല്ലോ. അങ്ങനെ കുറേ നേരം അങ്ങനെ നേരം പോകട്ടോ. പിന്നെ നമ്മൾ കുളിപ്പിക്കാൻ പോവുകയാണ് അവളെ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇടുന്നതിന് മുമ്പേ പോയി കുളിപ്പിക്കണം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ നിന്നാണ്ടാ തേക്കൽ കേട്ടോ. 3 മാസം ആവണതിന് മുമ്പ് തന്നെ ഓളിങ്ങനെ നിന്നാണ്ടാ തേക്കൽ. പാളയിലൊന്നും കടന്നാണ്ടോ ഷീറ്റിൽ കടന്നാണ്ടോ അങ്ങനെയൊന്നും വെളിച്ചെണ്ണ തേക്കില്ല. കാരണം കുറച്ച് ദിവസം തന്നെ തേച്ചപ്പോൾ തന്നെ പെരും കരച്ചിൽ. കുളിപ്പിക്കുമ്പോഴും കരയും, നമ്മൾ വെളിച്ചെണ്ണ തേച്ചിടുമ്പോഴും കരയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ നിന്നാണ്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് ഞാൻ കാലുമ വെച്ചിട്ട് കുളിപ്പിക്കലാണ് കേട്ടോ. പുറത്തുനിന്നാണ് കുളിപ്പിക്കൽ കേട്ടോ. പുറത്ത് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ഇട്ട ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ കുളിപ്പിക്കും. അപ്പോൾ അതങ്ങനെ കുളിപ്പിക്കണ ചൂടായതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിന്. തുടക്കത്തിലൊക്കെ പെരും കരച്ചില്ലേനി, നമുക്ക് വെള്ളം തന്നെ പറ്റൂലേനി. പിന്നെ അന്ന് നല്ല ചൂടായപ്പോൾ നല്ല ഇഷ്ടമായിട്ട് വെള്ളമൊക്കെ. അപ്പോൾ അത് നിർത്തിക്കാണ്ട് തന്നെ കുളിപ്പിച്ചാലും നിർത്തിക്കാണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ തേക്കൽ കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴും. അതുകൊണ്ടായിരിക്കും ഓള് വേഗം പെട്ടെന്ന് തന്നെ പിടിച്ച് നിൽക്കാനും നടക്കാനൊക്കെ തുടങ്ങിയിട്ട്. പിടിച്ച് ഇങ്ങനെ നടക്കും, ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് നോക്കും, അങ്ങനെയാണ്. അങ്ങനെ അതാ അവളെ തോത്തലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓലെ ക്രീമൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. കൺമേശി ഇട്ട് കൊടുക്കും. കൺമേശി ഞാൻ 7 ദിവസം തൊട്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട്. പമ്പേഴ്സ് ഇട്ട് കൊടുക്കും കേട്ടോ. ഈ ചൂടായതുകൊണ്ട് വല്ലാതെ അങ്ങനെ ലൂസ് മോഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പമ്പേഴ്സ് ഇട്ട് കൊടുക്കും. പിന്നെ സെബാമട്ടിൻ്റെ ക്രീമാണ് തേച്ചെടുക്കുന്നത്. എപ്പോഴും തേച്ചെടുക്കലില്ല, ഇപ്പോൾ തേച്ചെടുക്കലില്ല കേട്ടോ. അന്ന് ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ തേച്ച് കൊടുത്തിന്. ഇപ്പോൾ ഒരു ക്രീമും തേക്കലില്ല. ചരാ വെളിച്ചെണ്ണ വെച്ചൊരു കുളിപ്പിച്ചും കൺമേശി ഇട്ട് കൊടുത്ത് ഓർക്കും. കൺമേശി ഇടാൻ എനിക്കൊരു ഇടങ്ങാറാട്ടോ. ചിലപ്പോൾ കുറേ ദിവസമൊക്കെ ഇല്ലാതാവും, കുറച്ച് കൺമേശിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടാതാവും എന്നല്ലാതെ കൺമേശി ഒഴിവാക്കല. അപ്പോൾ ഇതാണ് കേട്ടോ. നാളെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ വാങ്ങിയെന്ന് പറഞ്ഞ ഷെമ്മീസ്, ഞാനത്തെ 2-3 ഷെമ്മീസാണ് കേട്ടോ വാങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ അതാ നമ്മളെ വിറ്റാമിൻ D3 മരുന്നുണ്ടായിട്ട് അത് കൊടുക്കും. അത് എപ്പോഴൊന്നും കൊടുക്കലില്ല, ചിലയേറും ഞാൻ മറന്നു പോകും. ഇപ്പോൾ കുറേ ദിവസമായി കൊടുത്തിട്ട് കേട്ടോ. ഈ ഒരു സമയം ഇപ്പം ഇന്ന് ഞാൻ കുറച്ച് കൊടുത്തത്.
അങ്ങനെ അതാ അത് മരുന്ന് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അത് തുപ്പലൊന്നും അറിയില്ല ആ സമയത്ത്. ഇപ്പം തുപ്പാനൊക്കെ നല്ലോണം അറിയും. ഫുഡ് കൊടുത്താലൊക്കെ തുപ്പും. 2 സ്പൂൺ നല്ലേക്ക് തിന്നും, ബാക്കിയുള്ള മുഴുവൻ പുറത്തേക്ക് തുപ്പും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് വീഡിയോ ഉള്ളൂ, പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതന്നെ ആയതുകൊണ്ട് തന്നെ മെമ്മറി ഫുള്ളാണ്. ഇപ്പോൾ ഞാൻ ഉറക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് കേട്ടോ. ഉറക്കില്ല പാത്തുമ്മ, ഉറക്കില്ല, ഒക്കില്ലാത്ത പാത്തുമ്മ, ഒക്കില്ല. ഉറങ്ങിയാലല്ലേ അമ്മച്ചൊക്കെ കൺമശിയൊക്കെ ഇടാൻ പറ്റുള്ളൂ. പൊന്നേ വാ, ഉറങ്ങണില്ല, വാ ഉറങ്ങണില്ല. അങ്ങനെ അതാ കുറേ നേരം ഞാൻ കഷ്ടപ്പെട്ട് ഓൾ ഉറക്കാൻ നോക്കിയിട്ട് ഓൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പണികളൊക്കെ തീർക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് അരീക്കോട് വരെ പോകാനുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് എന്തായാലും നല്ലോണം ഒന്ന് പിടിച്ച് ഉറക്കട്ടെ കേട്ടോ. ഉറക്കിയിട്ട് കാണാം. അങ്ങനെ അതാ ഞാൻ അവളെ ഉറക്കി കൺമശിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സദാ കൺമശിനോട് വരച്ചു കൊടുക്കലാണ് കേട്ടോ. ആ ഒരു കൺമശി ഞാൻ 7 ദിവസം തൊട്ട് ഒരു 5-6 മാസം വരെ ഞാൻ ആ ഒരു കൺമശി ഉപയോഗിച്ചിട്ടുണ്ടോ. 6-7 മാസം വരെ ഉപയോഗിച്ചിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളവിടെ തൊട്ടിലിയിലിട്ടുണ്ട് കേട്ടോ. തൊട്ടിലിയിലിട്ടിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരണം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് വന്നപ്പോൾ ഇവിടെ നല്ല ഉറക്കമാണ് കേട്ടോ. നമുക്ക് വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഉറങ്ങിപ്പോവും. നമുക്ക് പണിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് എന്തെങ്കിലും പണി ഉണ്ടെന്ന് വിചാരിച്ചെങ്കിൽ ചിലപ്പോൾ ഉറങ്ങില്ല. അങ്ങനെ അതോടെ ഉറക്കത്തു നിന്നൊക്കെ എണീറ്റ് ഞാനോളെ മാറ്റി നിർത്തിന് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ പോയി വരാൻ വേണ്ടി പോവാണ്. അപ്പം കുട്ടീനെ ഇന്നലെ പ്രസവിച്ചതാണ് എന്ന് പറഞ്ഞ് ഇത് വീഡിയോ എടുക്കണതിൻ്റെ തലേന്നാട്ട് പ്രസവിച്ച്. ഇപ്പോൾ 3 മാസമായി അവളെ വീട്ടിലേക്കൊക്കെ പോയിട്ടോ, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കൊക്കെ പോയിന്. അപ്പോൾ നമ്മൾ മദർ ഹോസ്പിറ്റലിൽ എത്തിന് കേട്ടോ. അധികം ആൾക്കാരും തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ മദർ ഹോസ്പിറ്റലിൽ. അങ്ങനെ നമ്മളിങ്ങനെ ഓളങ്ങനെ തിരഞ്ഞ് ഇവിടുന്ന് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ 2nd ഫ്ലോറിലോ 3rd ഫ്ലോറിലൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറിയാണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ ഇസമോളങ്ങനെ ഒരു ഫോട്ടോ അങ്ങനെ എടുത്തത്, വീഡിയോ എടുത്തതാണ്. ഓളിങ്ങനെ ഫോട്ടോത്തേക്കും വീഡിയോത്തേക്കും നല്ലോണം നോക്കും. അങ്ങനെ ഓളിങ്ങനെ ക്യാമറയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് ബാക്കി ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഇതൊക്കെ കഴിച്ചിട്ടിട്ട് ഒന്നും കൂടി ഉറക്കി നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എയർബാൻഡൊക്കെ കഴിച്ച് വെച്ചിട്ട് പിന്നെ ഷോക്സ് ഉണ്ടായിരുന്നു, ഷോക്സ് കഴിച്ച് വെച്ച്. കാൽമേൽ പാൽസർ ഉണ്ടായതുകൊണ്ട് ഞാൻ ഷോക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഷോക്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. ഇതാ 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 ഇറ്റ മോളെ, ഇത് ഉറങ്ങണില്ല, ഉറങ്ങണില്ലേ? എനിക്ക് ഉറക്കില്ലേ? ഉറക്കില്ലേ? മിജിക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കി വെക്കാല്ലേ? ഉറങ്ങില്ല, ഉറങ്ങില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നോമ്പാണ് കേട്ടോ. പത്തിരി ചുടണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇത് നോമ്പാണെന്നൊക്കെ ഓർമ്മ എൻ്റെ വോയിസ് ഓവറല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സമയത്താണ്. ഇനി ഇവിടെ ഉറക്കിയിട്ട് നമുക്ക് പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനിനി ഇവിടെ ഒന്നും കൂടി ഉറക്കണം. അപ്പോൾ കുറേ അതും ഇതൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ കളിപ്പിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ കളിപ്പിച്ചത് ആ തൊട്ടിലിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടിലിയിലിട്ട് ആട്ടി ഓളെ ഉറക്കണം. ഓൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്തൊക്കെ കുറേ പണികളുണ്ട്. അപ്പോൾ അതൊന്നും എന്തെങ്കിലും കാണിക്കണില്ല. അങ്ങനെ ഇതമോട് നല്ല ഉറക്കമാണ് കേട്ടോ. ഈ ഉറക്കം അധികം ഒന്നും ഉറങ്ങില്ല. നമ്മളെ കുളിപ്പിച്ചിട്ടുള്ള ഉറക്കമാണല്ലോ അധികം ഉറങ്ങുക. അല്ലാത്ത ഉറക്കമൊക്കെ പിന്നെ പൂച്ചുറക്കമല്ലോ ഇങ്ങനെ കുറച്ചല്ലേ ഉറങ്ങുള്ളൂ. അങ്ങനെ ഞോളം ഉറക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ഉണർന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഓൾ ഉണർന്നിട്ടുണ്ട്. ഓൾ ഉണർന്നാണ്ട് ഞാൻ നിലത്തേക്ക് കടത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ചൂട്, പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള ടൈമില്ല, ആ ടൈമിൽ എടുത്തതാണ് നോമ്പിൻ്റെ സമയത്ത്. അപ്പോൾ ഓളെ നിലത്തിട്ടാണ്ട് നിലത്തിങ്ങനെ പായൊക്കെ വിരിച്ച് കിടക്കുകയാണ്. പിന്നെ രാത്രി ഓളെ ഉറക്കണ അതാപുകളാണിത്. ഓളങ്ങനെ ചിരിക്കും എന്നോട്. എന്നിട്ട് ഞാൻ വീണ്ടും ഓളെ ഉറക്കും, പിന്നെ ഓൾ ചിരിക്കും. അങ്ങനെ നേരം അടുപ്പിക്കുന്നു. ആ സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. നമ്മളെ ഇസമോളെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ അവൾ എല്ലായിടത്തും എത്തും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.